എല്ലാവർക്കും നമസ്കാരം. അക്യുപഞ്ചറിൽ പൊതുവെ എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുക എന്നുള്ളത്. പലരും തെറ്റിദ്ധരിക്കുന്നതെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ആഹാരം ഒരുപാട് ഐസ്ക്രീം ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെ ബേക്കറി ഐറ്റംസ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കഴിക്കാം എന്നുള്ളതാണ്. അങ്ങനെയല്ല ഒരിക്കലും ഉദ്ദേശിക്കുന്നത്. ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് പറഞ്ഞാൽ ഇഷ്ട രുചികളാണ് ഏറ്റവും നോക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ജലദോഷം പോലുള്ള അസുഖ അവസ്ഥയിൽ നിങ്ങൾക്ക് എരിവായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മുടെ ഓരോ മനുഷ്യനും 6 തരം രുചികൾ ഇഷ്ടമാണ്: എരിവ്, ചവർപ്പ്, കയ്പ്പ്, പുളി, ഉപ്പ്, മധുരം. ഇങ്ങനെ ഈ 6 രുചികളിൽ അതിലേതെങ്കിലും ഓരോ സമയത്ത് നമുക്ക് ഇഷ്ടക്കൂടുതൽ വരുന്ന കാണാൻ വേണ്ടി പറ്റും. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ എനിക്ക് മധുരം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വളർന്ന് കല്യാണമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മധുരം കൂടുതലായിട്ട് കഴിച്ചത്. അതുപോലെ തന്നെ എൻ്റെ മകളെ എടുത്ത് നോക്കുമ്പോൾ അവൾക്ക് ഇപ്പോഴൊന്നും അങ്ങനെ മധുരം ഇഷ്ടമുള്ള ഒരു ആളേ അല്ല അവളും. അപ്പൊ അതിങ്ങനെ ഒരു വളർച്ചയിൽ നമ്മുടെ രുചികളൊക്കെ മാറുന്നുണ്ട്. അത് നമ്മുടെ ആ ടൈമിന് വേണ്ടുന്ന ശരീരത്തിന്റെ ആവശ്യമാണ് ആ രുചികളിലൂടെ ആ ബോഡി അറിയിച്ചു തരുന്നത്. ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കണം അതിൽ നല്ല ആഹാരമാണോ എന്നുള്ളത്. നമ്മൾ ബേക്കറി ഐറ്റംസ്, എണ്ണക്കടി പോലെയുള്ളത് അമിതമായി കഴിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിന് കാണിക്കും. വിശന്നുകൊണ്ട് ആഹരിക്കാൻ വേണ്ടി പറയും. അതുപോലെ തന്നെയാണ് ആ ആഹാരത്തിന്റെ ക്വാളിറ്റി നോക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ഇടയ്ക്കും കേൾക്കുന്നതാണ് വിറ്റാമിൻസ്, ഫൈബർ ഇങ്ങനത്തെ കാര്യങ്ങൾ അതിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, അല്ലെ പച്ചിലക്കറികൾ, ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും നല്ല ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഏത് സാധാരണക്കാർക്കും അത് ഫോളോ ചെയ്ത് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പറ്റും. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് അതെന്ന് വെച്ചാൽ വിശപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആഹാരിക്കേണ്ട സമയം വളരെ കുറവായെന്നത് കാണാൻ വേണ്ടി പറ്റും. ഒരു ദിവസം 1, 2, 3 പ്രാവശ്യം മാത്രമേ ഭക്ഷണം കഴിക്കേണ്ടി വരൂ. അതും വിശപ്പ് മാറുന്നതിനനുസരിച്ച് നിൽക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഭക്ഷണം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. അതുപോലെ തന്നെ വെള്ളമാണെങ്കിലും വളരെ കുറച്ച്, ദാഹിക്കുമ്പോൾ മാത്രം ചിലപ്പോൾ 1, 2 ഗ്ലാസ്, മഴക്കാലമാണെങ്കിൽ വളരെ കുറച്ച് 1/2 ഗ്ലാസ് വെള്ളമല്ലേ ശുദ്ധജലം കുടിക്കേണ്ടി വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഒരുപാട് ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കുകയും നേരം ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും, ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ലാണ്ടായി കോശങ്ങളിലേക്ക് വന്ന് അങ്ങനെയാണ് പല അസുഖങ്ങളും വരുന്നത് തന്നെ. അപ്പം നമ്മുടെ ഈ ഒരു ആഹാരക്രമം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, അതായത് ഏത് രുചിയാണോ ഇഷ്ടമുള്ളത്, ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തോന്നും മധുരം കഴിക്കണമെന്ന്. ആ സമയം നാച്ചുറൽ ആയിട്ടുള്ള മധുരം കഴിക്കുക, ഈത്തപ്പഴം പോലുള്ള തേന് പോലുള്ളവ കഴിച്ചുകൊണ്ട് ശരീരത്തിന് ആ ആവശ്യം നിറവേറ്റി കൊടുത്താൽ നമുക്ക് എന്താണോ ശരീരത്തിന് ആ സമയം ഇംബാലൻസ് ആയത്, ആ ഒരു പ്രക്രിയ ശരീരം തന്നെ നടത്തുന്നതാണ്. ശരീരത്തിന്റെ ഭാഷ മനസ്സിലാക്കി ജീവിക്കുകയാണ് അക്യുപഞ്ചറിലൂടെ ചെയ്യുന്നത്. അപ്പോൾ വിശ്രമം വേണ്ടുന്ന സമയത്ത് ക്ഷീണം വരും, നമ്മളൊന്ന് വിശ്രമിച്ചു കൊടുക്കുക. അതുപോലെ ഉറക്കം മസ്റ്റാണ്. 9 മണിക്ക് രാത്രി കിടക്കുന്ന ഒരാൾക്ക് രാവിലെ ഒരു 5 മണിയോടുകൂടി എണീക്കുന്ന ആൾക്ക് അസുഖങ്ങൾ പലതും മാറിപ്പോകുന്നത്, ഇപ്പോഴുള്ള എന്ത് പ്രയാസത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ പ്രയാസം മാറി മാറി പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്ഥിരത, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ജീവിത രീതി തുടരുക എന്നുള്ളതാണ്. അതുപോലെ ഇതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, ഇന്ന് വന്ന് നാളെ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ എത്രയൊക്കെ മാലിന്യം ഇതിനു മുന്നേ ഉള്ള രീതികൾ പ്രകാരം ഉണ്ടായിരുന്നു അത് മുഴുവൻ പോയി നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുന്നത്. അന്നേരം അസുഖങ്ങളും കുറവായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മൾ മനസ്സിനുണ്ടായിരുന്ന സ്ട്രെസ്സൊക്കെ കുറേ ഭാഗം കുറയുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇനി മാറാത്ത കുറേ ചിന്തകളുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒട്ടനവധി ടെക്നിക്കുകളുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം, യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ആൾ EFT പോലുള്ള, അല്ലെങ്കിൽ റെയ്ക്കി പോലുള്ള, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സിലൂടെയൊക്കെ പോയിട്ട് അവർക്ക് പല രോഗങ്ങളും മാറുന്നു. കാരണം നമ്മളെ ഇമോഷൻ, നമ്മുടെ ചിന്തകളൊക്കെ നമ്മുടെ ബോഡീനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
ഓരോ രോഗത്തിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് തന്നെ നമുക്ക് പലവിധ പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിനെ ഒന്ന് അറിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, അറിഞ്ഞ് അതിൻ്റെ വിശപ്പ് എപ്പോഴാണോ ആ വിശപ്പിനനുസരിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. അതുപോലെ ദാഹം എപ്പോഴാണോ ആ ദാഹത്തിനനുസരിച്ച് പച്ചവെള്ളം, ശുദ്ധമായ കിണറിലെ പച്ചവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ വിശ്രമം, ഇന്ന് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വിശ്രമിച്ചു കൊടുക്കുക ശരീരത്തിന്, നാളെ ഒരു എനർജറ്റിക്കായി പോകും. അതുപോലെ തന്നെ ഉറക്കം ഉറക്കം എല്ലാ ദിവസവും 9 മണിക്ക് കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര നാളുള്ള സമയം മാറ്റും. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും നമ്മൾ ആ ഒരു 9 മണിക്ക് കിടക്കാൻ ഒരു സ്റ്റേജിലെത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഏതൊരു സാധാരണക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അക്യുപഞ്ചർ ചികിത്സാ രീതിയും അതിൻ്റെ ആ റൂൾസും എന്ന് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് ഒരുപാട് മാറ്റം വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ആർക്കെങ്കിലും അങ്ങനെ ഒരു അക്യുപഞ്ചർ ഒരുപാട് മരുന്ന് കുടിച്ച് ഒരു വ്യത്യാസവും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അക്യുപഞ്ചറിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ ജീവിതശൈലി ഒന്ന് മാറ്റി നോക്കൂ. വിശപ്പിൻ്റെ കാര്യമായിക്കോട്ടെ, അവർ പറയുന്ന പോലെ ഒന്ന് ജീവിച്ചു നോക്കുക. നിങ്ങൾക്ക് ഒട്ടനവധി മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കാണാൻ വേണ്ടി പറ്റും.